കരുണാപുരം ഗ്രാമപഞ്ചായത്തിലുണ്ടായ കളിക്കള വിവാദം ബോധപൂർവമുള്ള അപവാദ പ്രചരണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. 12 വർഷത്തിലധികമായി സ്പോർട്സ് ആക്ടിവിറ്റികൾ നടക്കാതിരുന്ന സ്ഥലത്ത് പുതിയ വികസന പ്രവർത്തനങ്ങൾ വരുന്നത് തടയുന്നതിനായാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഭരണസമിതി ആരോപിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി കളിക്കളം നിർമ്മിക്കുമെന്നും അവർ പറഞ്ഞു. കളിക്കളവുമായി ബന്ധപ്പെട്ട് കരുണാപുരം പഞ്ചായത്തിനെതിരെ ചിലർ ബോധപൂർവം അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതായി പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂട്ടാറിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്റ്റേറ്റ് ബാങ്കിന്റെ കെട്ടിടവും ഹോമിയോ ആശുപത്രി, മലനാട് ബാങ്കിന്റെ ശാഖ, പബ്ലിക് ലൈബ്രറി, ഹരിതകർമ്മസേനയുടെ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ സാധനങ്ങൾ തരംതിരിക്കുന്ന ഗോഡൌണും 2 ശുചിമുറികളും ഈ കെട്ടിടത്തിലുണ്ട്. ഇവിടെയാണ് വോളിബോൾ കളിക്കളം എന്ന രീതിയിൽ ചിലർ വ്യാഖ്യാനിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി കളിക്കാൻ അനുവദിക്കുന്നില്ലെന്ന പ്രചാരണം നടത്തുകയും ചെയ്തത്. നിലവിൽ 12 വർഷമായി ഒരു വോളിബോൾ കോർട്ട് ഇവിടെയില്ല. പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള നടപടി ആരംഭിച്ചതോടെയാണ് ഏതാനും ചിലർ ചേർന്ന് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ഇവിടെ രാത്രിയിലെത്തി വോളിബോൾ നെറ്റ് കെട്ടിയത്. ഇവിടെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ ബോധപൂർവമാണ് ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്കിന് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് ബാങ്കിന്റെ കൊടുത്തുള്ള എഗ്രിമെന്റിൽ പറഞ്ഞു. അതനുസരിച്ച് അവിടെ പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കുകയും അതാണെന്ന് തിരിച്ച് അവരെ കാണിച്ചു കൊടുക്കുന്ന എല്ലാം കണ്ടു നിന്ന ആളുകൾ എന്തെങ്കിലും തടസ്സം ഇതിന് സൃഷ്ടിക്കണമെന്നുള്ള മനോഭാവത്തോടുകൂടി അന്ന് വൈകിട്ട് തന്നെ, അന്ന് രാത്രി തന്നെ ഭരണസമിതിയോടോ സെക്രട്ടറിയോടോ ഒന്നും ഒരു അഭിപ്രായം തേടാതെ രാത്രി പാതിരാത്രിക്ക് അവിടെ ഒരു പന്തുകളി കോർട്ട് സ്ഥാപിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത്രയും കെട്ടിടങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. 2 ബാങ്കുകളും ഞാൻ മുമ്പ് സൂചിപ്പിച്ചുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം പന്തുകളി കോർട്ടിനുള്ള സൗകര്യമില്ല. കയ്യേറി നിർമ്മിച്ച വോളിബോൾ നെറ്റ് പഞ്ചായത്ത് അധികൃതർ നശിപ്പിച്ചു എന്ന ആരോപണവും തെറ്റാണ്. ഈ നെറ്റ് കേടുപാടുകൾ കൂടാതെ അഴിച്ചെടുത്ത് പഞ്ചായത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് VS ബിനു, വൈസ് പ്രസിഡന്റ് ഷീന അനിൽകുമാർ, മെമ്പർമാരായ മാത്യു മറ്റപ്പള്ളി, ബീന പ്രസാദ്, P മനോജ്, R അഖിൽ, VV വിദ്യാമോൾ, റെജി, മഞ്ജുമോൾ, ജിജി അരുൺ എന്നിവർ പറഞ്ഞു. കളിക്കളത്തിന് ഫസ്റ്റ് മുൻഗണന ഈ ഭരണസമിതി കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഉള്ള ഒരു കളിക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടർഫ് അടക്കമുള്ള കോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും കൂട്ടുകാർ കേന്ദ്രീകരിച്ച് അത് നടത്തുന്നതിന് ആവശ്യമായ ഇടപെടൽ ഈ ഭരണസമിതി നടത്തും. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.